ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീദർശ്യാം. ഞാനിന്നൊരു പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട എസ് രതീഷ് ബാബു എഴുതിയിട്ടുള്ള ദ്വന്ദ്ം ഏകം സർവം എന്നൊരു പുസ്തകത്തെക്കുറിച്ച്. ഞാൻ വായിച്ചിട്ടുള്ള ക്യൂർ ഐഡിയോളജി അല്ലെങ്കിൽ ക്യൂർ മിത്തോളജി, ക്യൂർ ഹിസ്റ്ററിയിലൊക്കെ തന്നെ വളരെ അടയാളപ്പെടുത്താൻ പറ്റുന്നൊരു പുസ്തകമായിട്ടാണ് ഈ പുസ്തകത്തെ എനിക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഗ്രാമപശ്ചാത്തലത്തിൽ അതിൻ്റെ പഴമയിലും അതിൻ്റെ സംസ്കൃതിയിലൊക്കെ വളരെ ഉത്തമമായിട്ട് നരേഷൻ കൊടുത്തുകൊണ്ട് ഈ പുസ്തകത്തെ അടയാളപ്പെടുത്താനായിട്ട് കഥാകാരന് സാധിച്ചിട്ടുണ്ട്. ഇതിൽ വരുന്ന ഒരു ട്രാൻസ് കഥാപാത്രം അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സ്ട്രഗിളിങ്ങിനെ കുറിച്ചും ജീവിതത്തിൽ അവർ മുന്നേറുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ നല്ല രീതിയിൽ അത് അനുഭവസ്ഥമാക്കാനും അതിനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഒരു ജെൻഡർ ഫിയറിലും ജെൻഡർ ക്രൈസിസിലും ജീവിക്കുന്ന ഒരു കുട്ടി എന്ന നിലയിൽ ആ വ്യക്തി വരുന്ന തൊഴിലിടം എന്ന് പറയുന്നത് ഉത്സവങ്ങളിൽ നൃത്തം ചെയ്യുന്ന ഒരു അവതാരക വേഷമായിരുന്നു. പിന്നീട് ആ സ്ഥലങ്ങളിൽ നിന്ന് അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, പിന്നീട് അവർ കുടുംബത്തിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ, നാട്ടുകാരിൽ നിന്നും ആ ഗ്രാമത്തിൽ നിന്നും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഇതിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാമവിശുദ്ധിയെയും ഗ്രാമത്തിൻ്റെ പഴമയെയും എങ്ങനെയാണ് താഴെത്തട്ടിലുള്ള മനുഷ്യരെ നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കുന്നത് എന്നുള്ളത് വരച്ച് കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് ഇതിലൊരു ശ്രമം തന്നെ നടത്തിയിട്ടുണ്ട്. ഇതിൽ വരുന്ന നാണുമൂപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം, കുടിച്ചിയമ്മ എന്ന് പറയുന്ന കഥാപാത്രം എല്ലാം വളരെ കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിൽ തട്ടുന്ന രീതിയിൽ ആ കാവും പരിസരവും ആ പൈങ്കുളം കായലും പ്രത്യേകിച്ച് ആ പൈങ്കുളം എന്ന് പറയുന്ന ആ സ്ഥലത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ കാവിനെയും ആ കുളങ്ങളെയും ആ വയലിനെയും തോടിനെയും അവിടുത്തെ പക്ഷികളെയും മൃഗാദികളെയും ഒക്കെ തന്നെ വളരെ നല്ല രീതിയിൽ അടയാളപ്പെടുത്താനായിട്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരാശ്രയമില്ലാതെ തൻ്റെ ജീവിതത്തിൻ്റെ മരണ സംവിധാനത്തിലേക്ക് ഈ വ്യക്തി പോകുമ്പോൾ താങ്ങി നിർത്തുന്നത് ഒരു ലൈംഗിക തൊഴിലാളിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, രേണു എന്നൊരു കഥാപാത്രം. ആ കഥാപാത്രവും പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു വ്യക്തിയെ മരണത്തിലേക്ക് തള്ളിവിടാതെ കൈപിടിച്ച് ഉയർത്തുക എന്ന് പറയുന്ന ഒരു ശ്രമം കൂടിയും രേണു ചെയ്യുന്നുണ്ടെന്നുള്ളത്. രേണുവിൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കാണുകയും താലോലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു കഥാപാത്രം. ഞാൻ കഥാപാത്രത്തിൻ്റെ പേര് പറയാത്തത്, നിങ്ങൾ ഈ പുസ്തകം വായിക്കണം, ഈ കഥാപാത്രത്തെ അറിയണം. ഈ കഥാപാത്രം അനുഭവിച്ചിരുന്ന, ഈ കഥാപാത്രം നേരിട്ടുകൊണ്ടിരുന്ന ജീവിത സാഹചര്യങ്ങളെ അടയാളപ്പെടുത്താനായിട്ട് നിങ്ങൾക്കും സാധിക്കണമെന്നുള്ളതില്ല. നമ്മൾ പുതിയൊരു കാലത്തിലാണ് ജീവിക്കുന്നതെങ്കിലും എങ്ങനെയാണ് പഴമയും നമ്മുടെ ഗ്രാമവിശുദ്ധിയൊക്കെ ഇത്തരം സമൂഹത്തോട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തികളാണ് അവർ നമ്മളോട് കാട്ടിയിരിക്കുന്നതെന്നൊക്കെ അടയാളപ്പെടുത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന, അതിനെ കുറച്ചും കൂടി വിശദീകരിച്ചു കൊണ്ട് തന്നെ ഈ ഒരു നരേഷൻ പ്രക്രിയ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ പുസ്തകം വേണ്ടത്ര രീതിയിലുള്ളൊരു പ്രചാരം കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കിയാൽ അറിയാം, ഒത്തിരി പുസ്തകങ്ങൾ നമ്മുടെ ആനുകാലിക വിഷയങ്ങളുമായി ചർച്ച ചെയ്യുന്നതും സമകാലിക വിഷയങ്ങളുമായി ചർച്ച ചെയ്യുന്നതും ചരിത്രബോധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും കഥകളെയും മിത്തുകളെയും ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒത്തിരി പുസ്തകങ്ങളുണ്ട് മലയാളത്തിൽ. അതിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച ഒട്ടേറെ പുസ്തകങ്ങളുണ്ട്. അതിൽ ക്യൂർ സമൂഹത്തെക്കുറിച്ചും ശ്രദ്ധയാകർഷിക്കുന്ന ഒട്ടേറെ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത, ഒരു റീച്ച്, അത് പലപ്പോഴും ഈ ചെറിയ പുസ്തകത്തിന് കിട്ടുന്നില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന നിലയിൽ ഉള്ളിൽ തട്ടിക്കൊണ്ടാണ് ഞാൻ ഈ പുസ്തകം വായിച്ചത്. കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം വായിക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നളിനി ജമീലയുടെ പുസ്തകത്തിന് ശേഷം എൻ്റെ മനസ്സിലേക്ക് കുടിയേറിയ മറ്റൊരു മാർജിനലൈസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നീക്കി നിർത്തപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ഒരു പുസ്തകമായിട്ട് തന്നെ ദ്വന്ദ്ം ഏകം സർവ്വത്തിനെ അടയാളപ്പെടുത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളേവരും ഈ പുസ്തകം വായിക്കണം. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ബാക്ക്ലാഷ് പബ്ലിക്കാണ്. ഈ പുസ്തകം നിങ്ങളെല്ലാവരും വാങ്ങി വായിക്കുകയും ഈ പുസ്തകത്തിന് വേണ്ടത്ര പ്രചാരം നൽകുകയും ചെയ്യണം. എനിക്ക് തോന്നുന്നു ഞാനിത് ഒത്തിരി പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒത്തിരി പേര് കമ്മ്യൂണിറ്റീസ് ഇത് വായിക്കുന്നുണ്ട്.
അപ്പം ദ്വന്ദ്മേകം സർവം എന്ന് പറയുന്ന ഒരു പുസ്തകം പറ്റുന്നവരെല്ലാവരും ഇത് വായിക്കുകയും ഇത് മനസ്സിലാക്കുകയും ഇത് സൂക്ഷിക്കുകയും നാളത്തെ തലമുറയ്ക്ക് ഇത് വായിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. മറ്റൊരു പ്രത്യേകത കൂടി ഈ പുസ്തകത്തിനുണ്ട്. ഈ പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പിൻ്റെ കവർ അടയാളപ്പെടുത്തിയിരിക്കുന്നത് വീനസ് പോൾ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ കലാകാരിയാണ്. വീനസ് പോള് തിരുവനന്തപുരം ഫൈനാൻസ് കോളേജിലെ ചിത്രകാരി വിദ്യാർത്ഥിയാണ്. അതിഭയങ്കരമായിട്ടുള്ളൊരു ടാലൻറ്റിന് ഉടമയാണ് വീനസിനെ പോലുള്ളവരെ കൂടി ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിന് നമ്മൾ വേണ്ടത്ര രീതിയിലുള്ള പ്രചാരണം കൊടുക്കുകയും ഇത് വാങ്ങുകയും ചെയ്യണം. ഈ പുസ്തകത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരാണ്. ഓൾ ദി ബെസ്റ്റ്.